ഉരുൾപൊട്ടലിൽ വയനാട് ചൂരൽ മലമുകളിലെ മുണ്ടക്കൈ എന്ന ഗ്രാമം അപ്പാടെ ഇല്ലാതെയായ സംഭവമാണ്. തൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ദുരന്തത്തെ നടുക്കത്തോടെ സഹദേവൻ ഓർത്തെടുക്കുന്നു. ദുരന്തത്തിൽ അമ്മയെയും ബന്ധുക്കളെയുമാണ് പാവം സഹദേവന് നഷ്ടമായത്. ദീപക് ധർമ്മടത്തിൻ്റെ റിപ്പോർട്ട്. ദുരന്തഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ മഹാദുരന്തം പെയ്തിറങ്ങിയ ഉരുൾപൊട്ടിയ ഈ മണ്ണിൽ സ്വന്തം വീട്, കുടുംബം, അമ്മ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഞങ്ങൾ കണ്ടു. പേര് സഹദേവൻ എന്നാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടനോട് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം ചേട്ടൻ അത്തരം ഒരു മാനസികാവസ്ഥയിലാണ്. ചേട്ടൻ്റെ വീട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരും. അതായിരുന്നു വീട്. ഞങ്ങൾ തറവാട് വീടായിരുന്നു. അതിലെൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ സുദേവൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ, എല്ലാം 5 പേര് അടങ്ങുന്ന കുടുംബമായിരുന്നു. അതിൽ അമ്മനെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരാളെയും കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 പേരെ കിട്ടാണ്ട്, ഇതെൻ്റെ ചെറിയമ്മൻ്റെ വീടാണ്, അവിടെയും 3 പേരെ കിട്ടാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയാൽ മാത്രമാണ് അവരെ കിട്ടാൻ സാധ്യത എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഈ ചാല് പൂർണ്ണമായി നീക്കണം. ഇത് എടുത്തിട്ട മണ്ണാണ്. ഇത് ചാല് പൂർണ്ണമായി നീക്കി അത് പ്രായോഗികമാക്കിയിട്ട് അതിനുള്ളിൽ ഉണ്ടാകും ഞങ്ങളെ ഉറ്റവരെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ സ്വന്തം വീട്, തറവാട്, ഒപ്പം ചെറിയമ്മയുടെ വീട്. ഇതിൽ എത്ര പേരെ മൊത്തം കാണാതായി ഒരു കുടുംബത്തിൽ? ഞങ്ങൾ 5 പേര്, ഇവിടെ 8 പേര്. പിന്നെ ചൂരുമല എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മായിൻ്റെ മക്കളിൽ 4 പേര്. ഇത്രയും പേര് ചേട്ടൻ്റെ കുടുംബത്തിൽ നിന്നും നഷ്ടമായിരിക്കും. ഞങ്ങൾ ചോരബന്ധങ്ങൾ 8-12 പേര് പോയിട്ടുണ്ട്. ഈ മണ്ണിൽ എത്ര പേരെ മൃതദേഹം കണ്ടെത്തി? അതിൽ 3 ആളെ കിട്ടിയിട്ടുള്ളൂ. 3 ആളെ കിട്ടി. ഇവിടുന്ന് ഒരു കുട്ടി പോയി വരില്ല. ആ കുട്ടീനെയും കിട്ടിയിട്ടുണ്ട്. ബാക്കി എൻ്റെ അമ്മനെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഏട്ടൻ്റെ മോനെയും കിട്ടിയിട്ടുണ്ട്. ബാക്കി ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല. തിരിച്ചാണ് ഇവിടെ മണ്ണ് ഇളക്കിക്കൊണ്ട് പരിശോധന പറയുന്നത്. എൻ്റെ ഇത് സംഭവിച്ചപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയെന്നും ഈ സെക്കീന പറഞ്ഞൊരു സ്ത്രീ ഇതിൽ ഓടുമ്പോൾ കണ്ടു. ചേച്ചി അവിടെ വീണ് കിടക്കുന്നുണ്ടും ബാക്കി എല്ലാവരും ഇവിടെ വന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ പിന്നെ ഏട്ടൻ്റെ കുട്ടീനെ ഇവിടെ നിന്ന് കിട്ടിയത്. ബാക്കി ഉള്ളൊരു ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് ഈ ചാല് പൂർണ്ണമായി ഒന്ന് നീക്കി തരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴിനിയും കണ്ടു കിട്ടാനുള്ള 9 പേരുണ്ട്. ആ 9 പേർക്കുള്ള തെരച്ചിലിൽ ചേട്ടനും കൂടി പങ്കാളിയാകണം. ഞാൻ അതുവരെ കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് തന്നെയാണ് അവസ്ഥ. സ്വന്തം ഉറ്റവരെ, ഉടയവരെ നഷ്ടപ്പെട്ട ശേഷം ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഈ ദുരന്ത ഭൂമിയിലെ മണ്ണിൽ തിരച്ചിൽ നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളുപൊള്ളുന്ന ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം മടിക്കയിൽ നിന്നും ദീപക് ധർമ്മടം, 24.